നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിങ് തൊട്ടരികിലെത്തി നിൽക്കുന്ന ഘട്ടത്തിൽ അർജന്റീൻ ദേശീയ ടീമിൻ്റെ എല്ലാമായ സാക്ഷാൽ ലിയോ മെസ്സിയോട് ചോദിക്കുന്നു, വേൾഡ് കപ്പിനുള്ള അർജന്റീന ടീം എങ്ങനെയുണ്ടാകും? ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ ലിയോ മെസ്സിയുടെ മറുപടി എങ്ങനെയായിരിക്കും വേൾഡ് കപ്പിന് അർജന്റീന എത്തുക, ടീം എങ്ങനെയുണ്ടാകും? അദ്ദേഹത്തിൻ്റെ മറുപടി, ഞങ്ങൾ വേൾഡ് കപ്പിനെത്തുക ഗുഡ് ഷേപ്പിൽ തന്നെയായിരിക്കും. സത്യമാണ്, ചില പ്ലെയേഴ്സിന് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റെഗുലറായിട്ട് കളിക്കാത്തവരൊക്കെയുണ്ട്. പക്ഷേ ദേശീയ ടീമിലേക്ക് ഒരുമിച്ച് വരുമ്പോൾ എല്ലായ്പ്പോഴും അവർ ഫൈറ്റ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടി കളിക്കും, വിജയിക്കാൻ വേണ്ടി കളിക്കും, കളിക്കളത്തിലെല്ലാം കൊടുക്കും, ടീമിൻ്റെ ലക്ഷ്യങ്ങൾക്കായി പോരാടും. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടേറിയതാണ്. കാരണം മറ്റ് ദേശീയ ടീമുകളും വളരെ ശക്തമാണ്. നമുക്ക് ഒരു സ്വപ്നമുണ്ട്, ഈ ടൂർണമെൻറ്റിൽ നമുക്ക് മികച്ച പ്രകടനം വീണ്ടും നടത്തണം. അത് കോപ്പ അമേരിക്ക ആണെങ്കിലും വേൾഡ് കപ്പ് ആണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മറ്റ് ടീമുകളും അവിടെ വരുന്ന അതേ ലക്ഷ്യത്തിലാണ്. മറ്റ് ടീമുകളിൽ പലരും ഫേവററ്റുകളായിട്ട് വരുന്നവരുണ്ട്. ഈ കണ്ടീഷനിൽ മികവ് കാണിക്കാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ട്. അതറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ കളിക്കാൻ. അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ള, ദിസ് അർജന്റീന ടീം വിൽ ഓൾവേസ് കോമ്പീറ്റ് ആൻഡ് ഗിവ് എവറിത്തിങ്. ഈ അർജന്റീന ടീം എല്ലായ്പ്പോഴും പോരാടി നിൽക്കും, ഈ എല്ലാം സമർപ്പിച്ച് കളിക്കും എന്നുകൂടി ലിയോ മെസ്സി പറഞ്ഞു. ഇതാ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ആ ഒരു പ്രാഥമിക ലിസ്റ്റ് ഫിഫക്ക് സമ്മാനിക്കാനുള്ള അല്ലെങ്കിൽ സമർപ്പിക്കാനുള്ള സമയമായി കഴിഞ്ഞു. ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ ഇനി 10-20 ദിവസങ്ങളെ ബാക്കിയുള്ളൂ. വേൾഡ് കപ്പ് നമ്മുടെ തൊട്ടരികിലാണ്. അതിൻ്റെ ആവേശത്തിലേക്ക് നമ്മൾ മാറുകയാണ്. സാക്ഷാൽ ലിയോ മെസ്സി പറയുന്നു, ഇത്തവണയും അർജന്റീന പോരാടാൻ തന്നെയാണ് വരുന്നത് എന്ന്. കാത്തിരിക്കാം അർജന്റീനയുടെ കിടിലൻ മത്സരങ്ങൾക്കായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.